ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞാറ്റെ കുഞ്ഞാപ്പു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 1ൻ്റെ സംഭവമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മേടിച്ചതിന് നമ്മൾ വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ചിലപ്പോൾ പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ അച്ചാച്ചനും അമ്മയും പോയി നമ്മൾ ഇന്നലെയാണ് എടുത്തത്, മഴയത്താണ് എടുത്തത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നേരത്തെ പോയി എടുക്കത്തൊന്നും ഇല്ലായിരുന്നു. ഒരു മാസം മുമ്പ് അങ്ങനെ എടുക്കത്തില്ല, ലാസ്റ്റത്തെ ആഴ്ച മാത്രമേ ഇങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പം നമ്മളെല്ലാം കൂടി ടി വി സ്റ്റാൻഡ് അവിടെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി ഞാൻ ഓരോന്ന് മേടിച്ചിടാം. പാർട്ട് 1 ആണിത്. പിന്നെ പാർട്ട് 2 നമുക്ക് വേറെ കുറച്ച് സാധനമൊക്കെ മേടിക്കണം. അപ്പം നമുക്ക് ചിലപ്പോൾ സൺഡേയോ എല്ലായിരിക്കും പോയി മേടിക്കുക. അതിൻ്റെ ഞാൻ പാർട്ട് 2 ആയിട്ടിടുന്നതായിരിക്കും. പിന്നെ എക്സാം പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ കലണ്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, മിനി കലണ്ടർ. അതിൻ്റെയും പാർട്ട് 2 വരുന്നുണ്ടായിരിക്കും. അത് നമ്മളിങ്ങനെ ഡെക്കോറായിട്ട് സ്റ്റഡി ടേബിൾ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഡെക്കോർ പോലെ വെക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അതിൻ്റെ പാർട്ട് 2 ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം എവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതെല്ലാം നമ്മുടെ സ്റ്റഡി ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു ഇതും. ഞാനിപ്പോൾ ഇത് സ്റ്റഡി ടേബിൾ. അപ്പം ഇത് ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സംഭവം, അതായത് കുട്ടി സാധനം മേടിച്ചിട്ടുള്ള ബുക്ക് മാത്രമാണ്. അതായത് എല്ലാവരും ബാക്ക് ടു സ്കൂൾ വീഡിയോ എല്ലാവരും നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തോന്ന് 2-3 ആഴ്ച മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ എപ്പോഴും സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ഇങ്ങനെ മേടിക്കത്തുള്ളൂ. എല്ലാം കഴിഞ്ഞ വർഷം ഞങ്ങൾ 31-ാം തീയതിയാണ് പോയി മേടിച്ചത്. അങ്ങനെയുണ്ട്. വെറുതെ അതിന് മുമ്പേ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതായത് എന്തായാലും സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞൊക്കെ, 2-3 ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒരു ചാപ്റ്ററൊക്കെ തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് പൊതിയൊക്കെ ചെയ്യാം. അതാണ് ഞാൻ പിന്നെ നേരത്തെ ഒന്നും കടന്ന് വീഡിയോ എടുക്കാതിരുന്നത്. ഇന്നലെയാണ് മേടിച്ചിട്ട് വന്നത്. ഇന്ന് ഞാൻ കരുതിയെടുക്കാമെന്ന്. ഇതിൻ്റെ പാർട്ട് 2 കുറച്ച് സംഭവം കൂടെ മേടിക്കാനുണ്ട്. ഇപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള ബോട്ടിലൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് 2 ബാഗും വേണ്ട. ബാഗ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാഗ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. ഇനി മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, കുഴപ്പമില്ലാതിരിപ്പുണ്ടല്ലേ, ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ടെന്നുള്ളൂ. അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ എല്ലാം മേടിക്കണമെന്ന് ഞാൻ ചേച്ചന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ എന്ന് പറഞ്ഞാൽ പെൻസിൽ മേടിക്കാൻ പോയില്ല. പെൻസിൽ കിട്ടിയിട്ടുണ്ട്. പെൻസിൽ ഞങ്ങൾക്ക് അമ്മ വീട്ടിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ട്. പിന്നെ നമ്മൾ ബുക്ക് പൊതിഞ്ഞ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ബുക്ക് തന്നെ വരിയിട്ടത് കുറച്ച്, വരിയിടാത്തത് കുറച്ചിടണം. പിന്നെ മാക്സിനില്ലേ ഇത്രയുള്ളൊരു ഇത് ബുക്ക് തലതിരിച്ചിരുന്ന അതുപോലത്തെ 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് എന്തോ ഓഫറും കാര്യങ്ങളിലായിട്ട് കിട്ടിയതായിരുന്നു. ഇങ്ങനൊരു പാക്കറ്റായിട്ട് കിട്ടിയതാണ്. പൊളിച്ചങ്ങ് മാറ്റി വെച്ചിട്ട് വന്നോണ്ടേ ഈ ലിസ്റ്റ് കേട്ടപ്പോഴാണ് ചേച്ചൻ തലയിറങ്ങി വീണത്. ഇതായത് നമ്മുടെ അനന്തറായിട്ടുള്ളത് ഞാനായിട്ട് എഴുതിയതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവമാണ്. നെയിം സ്ലിപ്പ് ഈ ബുക്കിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ ആംഗ്രി ബാറ്റ്സിൻ്റെയാണ്. എനിക്ക് ആംഗ്രി ബാറ്റ്സിൻ്റെ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് നമ്മുടെ ഇത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതൊന്നും ഇല്ല, എല്ലാം തീർന്നു. അത് ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്സൊക്കെ ഒരുമാതിരി മേടിച്ചിട്ടുണ്ട്. ഹെയർ ക്ലിപ്സ് ഒന്നും മേടിച്ചിട്ടില്ല, ഞാൻ കാണിക്കാട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ബുക്സാണ്. ഇത് ഇത്രയാണ്. ഇത് 10 എണ്ണം ഉണ്ട്. എന്തോ എനിക്കറിഞ്ഞോളൂ, ഇത് ഇടാത്തതാണ്. ഇത്രയും മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഹൈസ്കൂളിൽ കയറി എനിക്ക് പേടിയൊക്കെ ഉണ്ട്. ഹൈസ്കൂളിൽ കയറി കുറേ സബ്ജക്ട്സ് കുറേ ഉണ്ട്. അതിൻ്റെ ഒന്നും എനിക്ക് എണ്ണമൊന്നും അറിയില്ല. കുഞ്ഞാപ്പു UPയിലും കയറി. അവിടെ കുഞ്ഞാപ്പുവിന് സയൻസ് എനിക്ക് തോന്നുന്നു 8 സബ്ജക്ട്സ് ആണ് ഉണ്ടാന്ന് തോന്നുന്നു. കുഞ്ഞാപ്പുവിന് അത്രയാണ് വേണ്ടത്. എനിക്കിതാണ്. ഇതെന്തോ ചളിങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. കറണ്ട് പോയി ഗൈസ്. അപ്പം കറണ്ട് പോയി ഗൈസ്. നമ്മുടെ ബുക്ക് ഇതാണ്. പിന്നെ ഉള്ളത് വരയിടാത്തത് 20 എണ്ണമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഇത് വരയിട്ടത് പക്ഷേ ഇതിൻ്റെ ഒരു ഇത് കുഴപ്പമില്ല. വരയിടാത്തത് ഇതിൻ്റെ ഒരു ഇതുണ്ടോ, ഇത് വരയിട്ടത്. ഇത് നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ? കാണൂല, ഫോക്കസ് ആവുന്നില്ല. ഇത് വരയിട്ടതാണിത്. ഇതിൻ്റെ അതൊരു സോഫ്റ്റ് അല്ല, അത് കുറച്ചൊരു തൊടുമ്പോൾ ഒരു ഇത് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ മാക്സിൻ്റെ പറഞ്ഞത് ഇത് 4 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാക്കായിട്ടല്ലായിരുന്നു തോന്നും. ഇതിൻ്റെ ഇതിൻ്റെ പേര് ഇതായത് ഇവിടെ നിന്ന് ഇത്രയും, പിന്നെ ഇവിടെ
കണക്കൊക്കെ ചെയ്യാനായിട്ട് ഇത്തരമുള്ളത് തരില്ലേ ആ സംഭവം. അതായിരുന്നു ബുക്ക് സെക്ഷനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കുറേ ബാക്കി വരുമെന്നാണ് തോന്നുന്നത്. വര ഇടാത്തത് അത്രയ്ക്ക് വേണം. എനിക്ക് വര ഇട്ടതാണ് വീണ്ടത്, എല്ലാത്തിനും വര ഇട്ടതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പ് കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഇതാണ് ഈ ഒരു കളർ തന്നെയാണ് ഞാൻ പറഞ്ഞു വിട്ടൊന്നുമില്ലായിരുന്നു. ഈ ഒരു കളറ് അല്ല, എനിക്ക് ചിലപ്പം ഒരു മൂഡ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇത് ഓറഞ്ച് കളറാണ്. പക്ഷെ ഇപ്പം എല്ലായിടത്തും പല പല കളറിലുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ കരുതി ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് അമ്മയോട് പറഞ്ഞു ഞങ്ങൾ പോയിട്ടൊന്നും കാണില്ല, കാണാൻ വെച്ചത് ഇതാണ് ഒരു ഓറഞ്ചിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു കളർ ഇത് തോന്നി. കാരണം എനിക്ക് പൊതിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടാനായിട്ട് ഈ ഒരു കളറാണ് മേടിച്ചിട്ടത്. ഇതിൻ്റെ പേരുണ്ട്, കവറും പേപ്പറും നിങ്ങളുണ്ടാണ്. നെക്സ്റ്റ് ഉള്ളത് ഇത് കുഞ്ഞാപ്പൂവിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. കുഞ്ഞാപ്പൂവിന് ഇനി UP ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം. ഇത് ഇപ്പം ഇതാണ്, ഇത് ഏത് കമ്പനി ഫോക്കസ് ആവും, ഇതാണ് കുഞ്ഞാപ്പൂവിൻ്റെ. എനിക്ക് ഇത് വലിയായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, നിൽക്കുന്നു. ഇതിൽ ഒരു പേന പെൻസിൽ ഫ്രീ ഉണ്ട്. ഇതാണ്, ഇതിന് എത്രയാണെന്ന് പ്രൈസ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഇത് എനിക്ക് പക്ഷെ ക്യാമൽ ഇത് ക്ലാസ് ടൈം ഇതാണ്. ഇത് കുഞ്ഞാപ്പൂൻ്റെതാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. പിന്നെ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റിൻ്റെ മേടിച്ചിട്ട് വരണം. ഞാൻ എല്ലാ പ്രാവശ്യവും ക്ലാസ്മേറ്റിൻ്റെ വേറൊരു ടൈപ്പാണ്, ഒരു ഓറഞ്ച് കളറിൽ, അതാണ് ഇപ്പോൾ മേടിക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ പുറംഭാഗം എന്തോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് കോമ്പസ്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കണ്ടോ, ഇതിങ്ങനെ അയ്യോ ഇതിൻ്റെ എനിക്കറിയില്ല, ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേത് ഇതിൻ്റെ ഇത് ഊരിയിട്ട് ഇത് തന്നെ അങ്ങോട്ട് വെക്കാം. അപ്പം ഇത് മറ്റേ സംഭവമാണ്. അപ്പം ഇതാവും കോമ്പസും മറ്റേ ഡിവൈഡറും ഇത് ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് ബോക്സിൽ വെക്കുമ്പം എനിക്കറിയില്ല എനിക്കിത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിത് വേണ്ട, ഞാൻ മാറ്റും എന്നങ്ങാണ്ട് കേൾക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ സംഭവം ഇതാണ് നെയിം സ്ലിപ്പാണ്. ഇത് ഈ ബുക്ക് മേടിച്ചപ്പം ഫ്രീ കിട്ടിയതാണ്. ആംഗ്രി ബേർഡ്സിൻ്റെ ആണിത്. എനിക്ക് ആംഗ്രി ബേർഡ്സ് വലിയ ഇഷ്ടമില്ല. ഇത് എനിക്കറിയില്ല ഈ ആംഗ്രി ബേർഡ്സ്. ഞാൻ ഗെയിമൊക്കെ കളിക്കുന്നതല്ല, എന്തോ ഒരു ഇത് നനഞ്ഞൊക്കെ ഇരിക്കുന്നു. ഞാൻ വേറെ മേടിക്കാനാണ്. നമ്മളിനി പാർട്ട് 2 ഒന്നുകൂടെ പോകും, അപ്പം ഞാൻ മേടിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നത്. ഇത് പോകുമ്പോൾ കൺഫ്യൂഷനാകും. കുറേ ഉണ്ട്, BTSൻ്റെ കാണും, ബ്ലാക്ക്പിങ്കിൻ്റെ കാണും, പിന്നെ കുറേ കാർട്ടൂൺസിൻ്റെ കാണും, പിന്നെ ഈ സ്റ്റിക്കർ ഇല്ലാത്തത് കാണും. സ്റ്റിക്കർ അതായത് ഹൈസ്കൂൾക്കാർക്കുള്ളതാണ്. ഞാൻ ഹൈസ്കൂളാണ്. ഇതിലൊന്നും ഇല്ലാത്ത, ഈ പടമൊന്നും ഇല്ലാത്തൊരിത് കാണും. അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതും എനിക്ക് അതിഷ്ടമില്ല, കുറച്ച് കുട്ടിത്തമാകട്ടെ എന്ന് കരുതിയാണ്. പിന്നെ ഇതാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇതാണ്. നമ്മളെപ്പോഴും മേടിക്കുന്നതാണ് ഇങ്ങനെ ഒരു സ്കെച്ച്. ഇത് ഒരെണ്ണം മേടിച്ചുള്ളൂ. ഒരാൾക്ക് ക്രയോൺ, ഒരാൾക്ക് സ്കെച്ചാണ് ഇഷ്ടം. ക്രയോണും വേണം, ഇത് അത്യാവശ്യമാണ്. ഇത് പിന്നെ സ്കിൻസ്റ്റ. പിന്നെ ഉള്ളൊരു കണ്ണാടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ എത്ര കണ്ണാടി മേടിച്ചു തന്നാലും പൊട്ടിപ്പോവും. ഇങ്ങനത്തെ എല്ലാം മേടിക്കും. ഇതൊരു പിടിയുണ്ട്, പിടി ഇല്ലാത്തതാണ് എപ്പോഴും മേടിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം പൊട്ടിച്ചത്. പിന്നുള്ളൊരു പെൻ സെക്ഷനാണ്. പിൻ പോയിന്റ് മേടിച്ച് അത് അമ്മയ്ക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ്, എനിക്ക് ചിലപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് കിട്ടും. ഒരു പിൻ പോയിന്റ് ആണിത്. പിൻ പോയിന്റ് മലയാളം എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും നല്ല രസമാണിത്. എനിക്ക് ഒരു മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പെനിട്ട് എഴുതുക, അല്ലെങ്കിൽ ഞാൻ ഫുൾ ജെല്ലാണ്. ഞാൻ പറഞ്ഞ ഒരു ജെൽ പെൻ മേടിക്കുന്നുണ്ടായിരുന്നു, പാക്കറ്റ് മേടിച്ചിട്ട് വന്നു. 5 എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആര്യ ഐസ് ജെല്ലാണ് ഇട്ടിട്ടുള്ളത്. നല്ലതാണ്. ഞാൻ കയ്യിൽ എഴുതി നോക്കിയായിരുന്നു ഇന്നലെ.
അതിപ്പോഴും ഉണ്ട്, പോയില്ല. നനച്ച് നോക്കിയതാണ്. ഇത് നല്ല രസമാണ്. പിന്നെ ഇത് ഗുഡ് ലക്ക്, എനിക്ക് ഇതിൻ്റെ അറിയത്തില്ല, അല്ല ലെക്സിയാണിത്. ഇതിൻ്റെ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. ബ്ലൂ ഒട്ടും ഇഷ്ടമില്ല എനിക്ക് ഇതിൻ്റെ കളറ്. ഹാൻഡ് റൈറ്റിംഗ് കിട്ടും, എങ്കിലും ബ്ലാക്ക് ആണ് നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് തലയിലിടാൻ സംഭവമൊക്കെ മേടിച്ചത് ഇതെല്ലാമാണ് തലയിലിടുന്നത്. ഞാൻ എന്തായാലും ഈ ബ്ലാക്കേ എടുക്കുകയുള്ളൂ, പക്ഷെ ഇത് തലയിൽ കയറുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്നുകൂടെ പോയി എടുക്കണം. ഇത് അമ്മ എടുത്താലുള്ള പ്രശ്നം ഇതാണ്, എനിക്ക് തലയിൽ ഇതൊന്നും കയറില്ല. എനിക്ക് കയറുന്നത് ഇതാണ്. അത് ഇത് ഒരു കളർഫുൾ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത്. കളർഫുൾ ഇതും പറഞ്ഞാൽ വലിഞ്ഞ് നടക്കും. ഇതെല്ലാം കളർഫുള്ളാണ്. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതാണ്. ഈ ബ്ലാക്ക് എനിക്ക് ഇത് വൈറ്റ് അല്ലേ ആണ്. പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് ഐറ്റംസ് ആണുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ക്രയോണ്. ഇത് കുഞ്ഞാപ്പൂനാണ്. ഇതിൽ പക്ഷെ 12 കളേഴ്സ് അല്ല, 14. എത്ര കളേഴ്സ് ഉണ്ട്, 12 അല്ല. പിന്നെ ഒരു ടേപ്പ് മേടിച്ചിട്ടുണ്ട്, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ടേപ്പ് മേടിക്കാനായിട്ട്. നമ്മൾ ബുക്ക് പൊതിയാനായിട്ട് സ്റ്റാപ്ലറിൽ ഉപയോഗിക്കുന്നത്. പണ്ട് സ്റ്റാപ്ലർ ഇല്ലാത്തപ്പോൾ ഇതൊക്കെ വെച്ചു, പക്ഷെ അതെല്ലാമായിട്ട് ഇരിക്കൂല. ഇതിൻ്റെ ബില്ലൊക്കെയാണിത്, എത്രയോ പോയിട്ടുണ്ട്. പിന്നെ ഒരു മാർക്കർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈലൈറ്റർ ഞാൻ പറയാൻ മറന്നുപോയി. അത് നമുക്കിനിയും പാർട്ടി ജൂണിൽ മേടിക്കാൻ പറയണം. ഇനിയും തീർന്നു. അതിനെ കൈ വരച്ചേ. ഇതൊരു സ്റ്റാപ്ലർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സ്റ്റാപ്ലർ വേണം. കഴിഞ്ഞ വർഷം സ്റ്റാപ്ലർ ഇവിടെ കൊണ്ട് ഇരിപ്പുണ്ട്, പക്ഷെ ഇതെന്തോ പോയി. ഇതാ സ്റ്റാപ്ലർ. പിന്നെ ഒരു ഗ്ലൂ മേടിച്ചിട്ടുണ്ട്. ഇത് ഫെവിക്കോളിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഫെവിക്കോളിനെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ ഇതിൽ ഫെവിക്കോളല്ല. എന്നിട്ട് ഇത് കിക്രാഫ്റ്റ് എന്നാണ് കേട്ടോ. ക്രാഫ്റ്റ് ഇങ്ങനെയല്ല, വൈറ്റ് ഗ്ലൂ ആണ്, പക്ഷെ മണമൊക്കെ ഫെവിക്കോളിൻ്റെ തന്നെയാണ്. പിന്നെ ഒരു കട്ടറിൻ്റെ റബ്ബറിൻ്റെയും സംഭവങ്ങളാണ് ഇതെല്ലാം. റബ്ബറും കട്ടറും ഒക്കെ കുറേ ഉണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ എടുക്കാനില്ല, പതുക്കെ നമുക്ക് എടുക്കാനാണ്. ഇതെല്ലാം ഷാർപ്നർ, ഇതെല്ലാം ഇറീസർ. ഇതെല്ലാം 2 പിന്നും മേടിച്ചിട്ടുണ്ട്. 2 പിന്നൊന്നും വേണ്ട, ഒരു പിന്ന് പോലും വേണ്ട, പക്ഷെ ഒരു പാക്കറ്റ് പിന്ന് പോലും വേണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരിത്. പിന്നെ പെൻസിലാണ് കാണിക്കുന്നത്. ഞാൻ ഇത് പെൻസിൽ ഐറ്റംസ് ആണ്. ഇത് ഈ ക്യൂട്ടാണ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഏതാ കമ്മിയായിട്ടുള്ളത്? അപ്പച്ചനും അമ്മ മേടിച്ചതെന്നാണ്. ഞങ്ങളങ്ങ് പോയപ്പം അവരുണ്ടായിരുന്നു, അവർക്ക് തന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മേടിക്കാനുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റ് നമുക്ക് എഴുതണം. ഇത്ര ഉള്ളല്ലോ. ഇതാണ് ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുപോയുള്ള. അല്ല, ഇതല്ല കൊണ്ടുപോയപ്പോൾ. ഇനി നമുക്ക് അതറാണ്. അതായത് നമുക്ക് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്സ് ഒക്കെ എഴുതി. നെയിം സ്ലിപ്പ് നമുക്ക് ഒന്നുകൂടെ മേടിക്കാം. ലിപ് ബാം വേണം. സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ആണ്, ലിപ് ബാം ആണോ ഏറ്റവും ഇഷ്ടം? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വാട്ടർ ബോട്ടിലും നമുക്ക് മേടിക്കണം. പിന്നെ ചോറ്റുപാത്രത്തിന് അമ്മ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോരെന്ന് ഞങ്ങളോട് ചോദിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം, ഞാൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെയാണ്. നീ 2 അങ്ങോട്ട് ഉപയോഗിച്ചു. ഞാൻ സ്റ്റീലിൻ്റെയാണ്, നമ്മൾ ചൂടായിട്ട് തന്നെ ഇരുന്നോളും. ചോറില്ലേ കൊണ്ടുപോകുന്നത്, അപ്പം ചൂടോടെ കഴിക്കുന്നതാണ്. സ്റ്റീലിൻ്റെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെയോ? പിന്നെ ഇനി നമുക്ക് പാർട്ട് 2ൻ്റെ ഷോപ്പിങ്ങിന് ഞാനും കൂടെ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും നമുക്ക്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രിപ്പറേഷൻസ് വീഡിയോ ഇല്ലേ, നമ്മൾ തന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ.